അസ്സലാമു അലൈക്കും. ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു പ്ലം കേക്കിൻ്റെ റെസിപ്പിയാണ്. ഇൻസ്റ്റൻ്റായി തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കാണിക്കുന്നത്. ഇതിൽ നമ്മൾ ആൽക്കഹോളായിട്ടോ ഒന്നും ഉപയോഗിക്കുന്നില്ല. ഡ്രൈ ഫ്രൂട്ട്സ് ആയിട്ട് എടുത്തിട്ടുള്ളത് കുറച്ച് ടൂട്ടി ഫ്രൂട്ടി, ഈത്തപ്പഴം, കറുത്ത മുന്തിരി, അതുപോലെ തന്നെ കുറച്ച് ചെറിയുമാണ്. പിന്നെ നട്ട്സ് ആയിട്ട് ഇവിടെ അണ്ടിപ്പരിപ്പും ബദാമും എടുത്തിട്ടുണ്ട്. ഇനി ഈ ഡ്രൈ ഫ്രൂട്ട്സ് നമുക്കൊന്ന് സോക്ക് ചെയ്തെടുക്കണം. അതിനു വേണ്ടി ഇവിടെ 1/2 കപ്പ് ഓറഞ്ച് ജ്യൂസാണ് എടുത്തിട്ടുള്ളത്. ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ഒരു പാനിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതിലോട്ട് നമുക്ക് ഓറഞ്ച് ജ്യൂസ് ഒഴിച്ചു കൊടുത്ത് ഇതൊന്ന് ചൂടാക്കി വറ്റിച്ചെടുക്കണം. 2 ടേബിൾ സ്പൂൺ തേനും കൂടി ചേർത്ത് കൊടുക്കാം. അടുത്തതായി നമുക്ക് ഷുഗർ ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കണം. ഇതിനു വേണ്ടി ഇവിടെ 3/4 കപ്പ് ഷുഗറാണ് എടുത്തിട്ടുള്ളത്. ഷുഗർ എല്ലാം ഒന്ന് മെൽറ്റായി ഈ കളറായി വരുമ്പോൾ നമുക്ക് ഇതിലോട്ട് ഒരു 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം. വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ഷുഗർ എല്ലാം ഒന്ന് കട്ട പിടിക്കും. അത് പിന്നെ മെൽറ്റായി വന്നോളും. ഇതിൻ്റെ ഹാഫായി വരുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. വെരി ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് ഷുഗർ മെൽറ്റ് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് കുറച്ച് ഷുഗർ പൊടിച്ചെടുക്കണം. ഇതിനു വേണ്ടി ഇവിടെ 1/2 കപ്പ് ഷുഗറാണ് എടുത്തിട്ടുള്ളത്. ഇതിലോട്ട് ഒരു ചെറിയ സൈസ് പട്ട, 4-5 ഗ്രാമ്പു, അതുപോലെ തന്നെ 3-4 ഏലക്കായ ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. അടുത്തതായി നമുക്ക് എഗ്ഗ് ബീറ്റ് ചെയ്തെടുക്കണം. ഇതിനു വേണ്ടി എഗ്ഗിൻ്റെ വൈറ്റും യെല്ലോയും സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. 6 മീഡിയം സൈസ് എഗ്ഗാണ് എടുത്തിട്ടുള്ളത്. ഫസ്റ്റ് നമുക്ക് എഗ്ഗിൻ്റെ വൈറ്റ് നല്ലപോലെ ബീറ്റ് ചെയ്ത് മാറ്റി വെക്കാം. ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി. ഇനി നമുക്ക് എഗ്ഗിൻ്റെ യെല്ലോ ബീറ്റ് ചെയ്തെടുക്കണം. ഇതിലോട്ട് നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ചിട്ടുള്ള ഷുഗർ ചേർത്ത് കൊടുക്കാം. ഷുഗർ നല്ലപോലെ മെൽറ്റായതിന് ശേഷം നമുക്ക് കാരമലൈസ് ചെയ്ത് വെച്ചിട്ടുള്ള ഷുഗർ കൂടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലോട്ട് ഓറഞ്ചിൻ്റെ ജസ്റ്റ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കണം. അതിനുശേഷം 3/4 കപ്പ് വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ബീറ്റർ മാറ്റി വെക്കാം. ഇനി ഇതിൻ്റെ മുകളിലോട്ട് നമുക്കൊരു അരിപ്പ വെച്ച് കൊടുക്കാം. ഇതിലോട്ട് 3 കപ്പ് മൈദ ചേർത്ത് കൊടുക്കണം. 2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും അതുപോലെ തന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് നട്ട്മഗിൻ്റെ പൗഡറാണ്. അതുകൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കണം. ഒരു പിഞ്ച് സാൾട്ട് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം ഒന്ന് നമുക്കൊന്ന് അരിച്ചെടുക്കണം. ഇനി ഒരു സ്പാച്ചില ഉപയോഗിച്ച് നമുക്ക് ഇത് മിക്സ് ചെയ്തെടുക്കാം. എല്ലാം ഒന്ന് പതുക്കെ മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം ഇതിലോട്ട് ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ
മൈദ എടുത്ത് നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് കേക്ക് തയ്യാറായി വരുമ്പോൾ ഡ്രൈ ഫ്രൂട്ട്സ് അടിയിലോട്ട് പോകാതെ ഇരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഡ്രൈ ഫ്രൂട്ട്സ് ബാറ്ററിലോട്ട് ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് എഗ്ഗ് വൈറ്റ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് പതുക്കെ മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മുടെ പ്ലം കേക്കിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു കേക്ക് ടിന്നിലോട്ട് മാറ്റി കൊടുക്കാം. കേക്ക് ടിൻ ഇവിടെ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഗ്യാസ് സ്റ്റൗവിൽ വെച്ചാണ് ഇത് നമ്മൾ ബേക്ക് ചെയ്തെടുക്കുന്നത്. ഇതിനു വേണ്ടി ഇവിടെ ഇതുപോലൊരു കുക്കർ എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് ഇതുപോലത്തെ എന്തെങ്കിലും ഒന്ന് വെച്ച് കൊടുക്കാം. അതിൻ്റെ മുകളിൽ നമുക്ക് കേക്ക് ടിൻ വെച്ച് കൊടുക്കാം. ഇത് നമുക്ക് ഉപ്പില്ലാതെയും അതുപോലെ തന്നെ ഉപ്പ് ചേർത്ത് കൊടുത്തും നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. ഇവിടെ 2 രീതിയിലും ചെയ്തിട്ടുണ്ട്. ഉപ്പിട്ട് ബേക്ക് ചെയ്തതിന് ചെറുതായിട്ട് ഒരു ഉപ്പിൻ്റെ ടേസ്റ്റ് മുന്നിൽ നിൽക്കുന്നുണ്ട്. ഇതിൽ ഏറ്റവും നല്ലത് തോന്നിയത് ഉപ്പില്ലാതെ ബേക്ക് ചെയ്തെടുത്തതിനാണ്. 35 മിനിറ്റ് വരെയാണ് ഇത് ബേക്ക് ചെയ്തെടുക്കേണ്ടത്. കേക്കിൻ്റെ സൈസ് അനുസരിച്ച് ടൈമിങ്ങിൽ വ്യത്യാസമുണ്ടായിരിക്കും. ഇപ്പോൾ നമ്മുടെ പ്ലം കേക്ക് ഇവിടെ നല്ലപോലെ ബേക്കായി വന്നിട്ടുണ്ട്. ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞ് കഴിക്കുമ്പോഴാണ് ഇതിന് യഥാർത്ഥ പ്ലം കേക്കിൻ്റെ ടേസ്റ്റ് നമുക്ക് കിട്ടുക. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ റെസിപ്പിയുമായി വരാം. ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും.